ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഭാരതാംബ വിവാദത്തിൽ ഗവർണർ സർക്കാർ ഭിന്നത രൂക്ഷമാകുന്നു. മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയതിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് രാജ്ഭവൻ. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ലെന്നും എല്ലാ ഉദ്ഘാടനത്തിനും ചിത്രത്തിനു മുന്നിൽ വിളക്ക് വെച്ച് പുഷ്പാർച്ചന നടത്തും എന്നുമാണ് രാജ്ഭവന്റെ നിലപാട്. അതേസമയം രാജ്ഭവനിലെ സർക്കാർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കണമോ എന്ന കാര്യത്തിൽ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. ഇന്ന് രാജ്ഭവനിൽ നടക്കുന്ന പശ്ചിമ ബംഗാൾ രൂപീകരണ വാർഷികാഘോഷം തുടങ്ങി ഇനി എല്ലാ പരിപാടികളിലും ഭാരതാംബയെ ഉൾപ്പെടുത്തുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ. മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ രാജ്ഭവൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ലെന്നാണ് സൂചന. രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചതിൽ ഒരു പ്രോട്ടോകോൾ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. ഒരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടില്ല. ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. രാജ്ഭവൻ എന്ന് പറയുന്നത് RSSന്റെ ഓഫീസല്ല. അദ്ദേഹത്തിന് ഒരു വനിത ഒരു കാവിക്കൊടി വെച്ചുകൊണ്ട് നിന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇത് ഭാരതാംബ എന്ന്. അദ്ദേഹത്തിന് ആര് കൊടുത്ത് ഈ അധികാരം പ്രഖ്യാപിക്കാൻ വേണ്ടി? RSSന്റെ ബിംബങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള ഇടമായി രാജ്ഭവനെ തരം താഴ്ത്തരുതെന്നും അതിനു മുൻപിൽ താണുവഴങ്ങാൻ മന്ത്രിമാരെ നിർബന്ധിക്കരുതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. ഗവർണർ രാജ്ഭവനെ ഔദ്യോഗിക വസതിയെ RSSന്റെ പ്രചാരണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല. കാലഹരണപ്പെട്ട ഒരാശയത്തിൻ്റെ ഒരു പ്രതീകത്തിന് കൊണ്ടുവന്ന് ജനാധിപത്യ ഇന്ത്യയിലെ പൊതുപരിപാടിയിൽ വയ്ക്കുകയും അതിൻ്റെ മുന്നിൽ താണു വണങ്ങാൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിർബന്ധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. ഗവർണർക്കെതിരായ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് CPIയും. ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ ബിംബങ്ങളും പ്രതീകങ്ങളും എല്ലാം സ്ഥാപിച്ചുകൊണ്ട് അതാണ് ഭാരതമാതാവെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു RSS കാര്യാലയമാക്കി രാജ്ഭവനെ മാറ്റാൻ വാശി പിടിച്ചാൽ മന്ത്രിക്ക് അതല്ലാതെ വേറെ പോംവഴിയില്ല. ഭാരതാംബ വിവാദത്തിൽ കേരള ഗവർണറുടെ പാത പിന്തുടർന്ന് വിവാദ ചിത്രം ഉപയോഗിക്കാൻ ബംഗാൾ ഗവർണർ CV ആനന്ദബോസും രാജ്ഭവന് നിർദ്ദേശം നൽകി. അതേസമയം രാജ്ഭവനിലെ പരിപാടികളിലും ഗവർണറോടുള്ള സമീപനത്തിലും എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമാകും. 24 തിരുവനന്തപുരം. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ വർഷത്തെ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തും. ഭാരതാംബ വിഷയത്തിൽ ഗവർണർ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം പിൻവലിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോളിയത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വിലയുമില്ലാത്തതും ഒരു ബലമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് രാജ്ഭവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗവർണറും പ്രസംഗിക്കാൻ പോകുന്ന പ്രിപ്പയർ ചെയ്ത പ്രസംഗം കൊണ്ടല്ലേ പോകുന്നത്. അതുപോലെ ഭരണഘടനാ ലംഘനം വല്ലതും. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി കുറെ കൂടി കടുത്ത തീരുമാനങ്ങളിലേക്ക് പ്രതികരണങ്ങളിലേക്കൊക്കെയാണല്ലോ പോകുന്നത്. ഇപ്പോൾ ഗവർണറുടെ അധികാരം അത് ഒരു പാഠഭാഗമാക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്ത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് പിന്നിൽ രാജ്ഭവന്റെ ഇടപെടൽ കൂടി ഉണ്ട് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. രാജ്ഭവനിലെ ജീവനക്കാർ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന RSS പ്രവർത്തകരാണ്. അവരാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഇടപെടൽ നടത്തുന്നത് എന്ന് ആരോപിക്കുന്നു. ഒരു ഏറ്റുമുട്ടലിനാണെങ്കിൽ ഞാനും റെഡി അല്ലെങ്കിൽ ഞങ്ങളും റെഡി എന്നാണല്ലോ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ തുറന്നു പറച്ചിൽ, ഈ പരസ്യമായ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഗവർണർക്കെതിരായ നിലപാടിൽ ഒരു പടി കൂടി കടന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിർണായകമായൊരു പ്രഖ്യാപനമാണ് അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത്. അതാ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം. 10ാം ക്ലാസ്സിലെ 2ാം വോളിയം പാഠപുസ്തകത്തിൽ, സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലായിരിക്കും ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച ഉൾപ്പെടുത്തുന്നത്. ഇതൊരു പഠന വിഷയമാക്കാൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും
ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് ഗവർണർക്കെതിരായിട്ടുള്ള കൃത്യമായൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ തീരുമാനത്തിലൂടെ സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ ഗവർണറുടെ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ നേരത്തെ ഒന്നും തന്നെ പ്രത്യേക തീരുമാനങ്ങൾ ഒന്നും ആയിരുന്നില്ല. പക്ഷേ നിലവിലൊരു സാഹചര്യം പരിഗണിച്ച് വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനമായി തന്നെ ഇതിനെ കാണാൻ കഴിയണം. മന്ത്രിയുടെ പ്രതികരണവും അക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലപാടുകൾ ഗവർണർക്കെതിരെ ആവർത്തിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഈ ഭാരതാംബയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് ഗവർണർ നടത്തിയ ചില പരാമർശങ്ങൾ പിൻവലിക്കണം, ഭാരതാംബയ്ക്ക് മുന്നിൽ ഈ വിദ്യാർത്ഥികൾ ഭാരതാംബയെ പൂജിക്കണം, തൊട്ടു വണങ്ങണം എന്നതുൾപ്പെടെയുള്ള ചില പരാമർശങ്ങൾ ഗവർണർ കുട്ടികളോട് നടത്തിയിരുന്നു. ആ പരാമർശം ഗവർണർ പിൻവലിക്കണമെന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രധാനമായും പറയുന്ന കാര്യം. ഈ ജനാധിപത്യ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടം വിദ്യാലയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടത് എന്നുള്ളൊരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, മന്ത്രിക്കെതിരെ ഇന്നലെയും ഇന്നുമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മന്ത്രിയുടെ വീട്ടിലേക്ക് ഇന്നലെ ABP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഒപ്പം ഇന്ന് മന്ത്രിയെ വഴുതക്കാട് വെച്ച് കരിങ്കൊടി കാണിച്ചു. ഇത് രണ്ടുമൊക്കെ തന്നെ നേരത്തെ അറിയിക്കാതെയുള്ള പ്രതിഷേധങ്ങളാണ്. പാതി വഴിയിൽ പതിയിരുന്ന് നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ദുഷ്ടലാക്കാണ്. ഇതിന് പിന്നിൽ രാജ്ഭവന്റെ കൈകൾ ഉണ്ട് എന്ന് മന്ത്രി ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. രാജ്ഭവനിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആൾ തിരുവനന്തപുരത്തെ RSSകാരനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ പിന്നിൽ രാജ്ഭവൻ ഉണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി ശിവൻകുട്ടി ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഈ ദേശീയ പതാക ഉൾപ്പെടെ ഈ പ്രതിഷേധക്കാർ ഇന്ന് രാവിലെ വലിച്ചു കീറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിപാടികൾ രാജ്ഭവൻ സംഘടിപ്പിച്ചാൽ സഹകരിക്കും, അല്ലാത്ത പക്ഷം ഒരു തരത്തിലുള്ള സഹകരണവും ഇല്ല എന്നുകൂടി കൃത്യമായൊരു നിലപാട് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുകയാണ്. എന്തായാലും ഒരു ശക്തമായൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അത് ഗവർണറുടെ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. ശരി പ്രതീക്ഷ, എന്തായാലും സർക്കാർ ഗവർണർ പോര് അത് വേറൊരു ഘട്ടത്തിൽ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇന്നലെ ഗവർണർ നടത്തിയ പ്രസംഗം അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് പിൻവലിക്കണം എന്നുകൂടി ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഭാരതാംബ ചിത്രത്തിലെ പുഷ്പാർച്ചന വിവാദം ആവർത്തിക്കുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉലയുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ മാറി രാജേന്ദ്ര അർലേക്കർ ഗവർണറായി വന്നപ്പോൾ രാജ്ഭവനുമായി നല്ല ബന്ധത്തിൽ പോകാനായിരുന്നു സർക്കാർ ആഗ്രഹിച്ചത്. എന്നാൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മുദ്രകൾ ഉപയോഗിച്ചുള്ള അർലേക്കറുടെ ഇടപെടലുകൾ സർക്കാരിന് തലവേദനയാവുകയാണ്. ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നത് ദേശീയ തലത്തിലെ പ്രതിപക്ഷ മുദ്രാവാക്യമാണ്. P സദാശിവം മാറി ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തിയപ്പോൾ കേരളം അത് അനുഭവിച്ചു തുടങ്ങി. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് സ്ഥലം മാറിയപ്പോൾ സർക്കാർ ആശ്വാസം കൊണ്ടിരുന്നതാണ്. എന്നാൽ കമ്മലിട്ടവൻ പോയപ്പോൾ കടുക്കിനിട്ടവൻ വന്നു എന്നതുപോലെയാണ് കാര്യങ്ങൾ. സർവകലാശാല വിഷയങ്ങളിലും നിയമനിർമ്മാണങ്ങളിലും ഇടപെട്ട് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ശൈലി. എന്നാൽ ആരിഫിൻ്റെ പ്രകടനപരതയല്ല രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടേത്. സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന മുദ്രകൾ രാജ്ഭവനിൽ സ്ഥാപിച്ചാണ് അർലേക്കർ രാഷ്ട്രീയം പയറ്റുന്നത്. നിശബ്ദമെന്ന് തോന്നിക്കുമെങ്കിലും ആരിഫിനേക്കാൾ പ്രഹരശേഷിയുണ്ട് മർമ്മവേദിയായ അർലേക്കറിൻ്റെ ഇടപെടലുകൾക്ക്. അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ അർലേക്കർ സർക്കാരിന് തലവേദനയാകുന്നതും. കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇത് ആരംഭിക്കുന്നത്. ഇപ്പോൾ RSSന്റെ ആശയ പ്രചരണത്തിനുള്ള കേന്ദ്രമായിട്ട് രാജ്ഭവനെ മാറ്റിയിരിക്കുന്നു. ഇത് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. രാജ്ഭവനിൽ ഭാരതാംബയുടെയും പരിവാർ ആചാര്യന്മാരുടെയും ചിത്രം സ്ഥാപിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അർലേക്കറുടെ ഇടപെടലുകൾ. സർവകലാശാലകളുടെ സെനറ്റ് യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തും വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചും ഗവർണർ അധികാരപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകൾക്കെതിരെ പ്രതിഷേധമുയർത്തിയ സർക്കാർ മിണ്ടുന്നില്ലെന്ന് മാത്രം. പുതിയ ഗവർണറുമായി നല്ല ബന്ധത്തിൽ പോകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് സർക്കാർ മൗനം പാലിക്കുന്നത്. ഭാരതാംബ വിവാദം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഭാരതാംബ ചിത്രവിവാദം തുടരുന്നതിനിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ ABVP പ്രതിഷേധം. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് ABVP പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രിയുടെ വാഹന വ്യൂഹം റോഡിൽ കുടുങ്ങി. അതേസമയം ഗവർണർക്കെതിരെ SFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 75.27% പോളിംഗ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക്. പോളിംഗ് ശതമാനം ഉയർന്നത് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. PV അൻവർ ഫാക്ടർ ഏതു മുന്നണിയെ ബാധിക്കുമെന്നത് തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവ ചർച്ചയാണ്. ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് ശതമാനം 75 പിന്നിട്ടതോടെ പഞ്ചായത്ത് തല കണക്കും ബൂത്ത് തല കണക്കുമെടുത്ത് വിശകലനം ചെയ്യുകയാണ് മുന്നണികൾ. അമരമ്പലം ഒഴിച്ചുള്ള 6 പഞ്ചായത്തുകളിൽ കൃത്യമായ ലീഡുണ്ടാവുമെന്ന് UDF-ന്റേതായ എല്ലാ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു. അൻവർ മത്സരിച്ചത് മുന്നണിക്ക് ഗുണമായി എന്നും പ്രാഥമിക വിലയിരുത്തൽ. എല്ലാ പഞ്ചായത്തുകളും UDF ലീഡ് ചെയ്യും. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ചരിത്ര ഭൂരിപക്ഷമുണ്ട്. LDF-ന്റെ ഒരു ശതമാനം വോട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അമരമ്പലം, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ കൃത്യമായ ലീഡുണ്ടാവുമെന്ന് LDF. പാർട്ടി വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്യപ്പെട്ടു. ബൂത്ത് തല കണക്കുകൾ എടുത്തുവരുന്നു. ഒപ്പം സ്വരാജിന്റെ വ്യക്തിപ്രഭാവവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇടതുമുന്നണിക്ക്. നല്ല പ്രതീക്ഷയാണ്, നല്ല വിജയപ്രതീക്ഷയാണ്. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDF-ന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. PV അൻവർ ക്യാമ്പ് 20,000 മുതൽ 25,000 വോട്ടുകൾ വരെ പ്രതീക്ഷിക്കുന്നു. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് 7,000 വോട്ടുകൾ വരെ. മൂത്തേടം, നഗരസഭ, ചുങ്കത്തറയിലും കൂടുതൽ LDF വോട്ടുകൾ പിടിക്കുമെന്ന് അൻവറിന്റെ പ്രതീക്ഷ. മലയോര ജനതയ്ക്കപ്പുറമുള്ള വോട്ടുകൾ നേടാൻ കഴിഞ്ഞുവെന്ന് BJP-യും. തീർച്ചയായും ഞങ്ങൾ ആത്മവിശ്വാസം തന്നെയാണ്. ഒരു നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പോസിറ്റീവായിട്ട് ജനങ്ങൾ ചിന്തിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. എല്ലാ മേഖലയിലും, അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാ മേഖലയിലും ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉറപ്പുള്ള വോട്ടുകൾ മാത്രം ബൂത്ത് തലത്തിൽ നിന്ന് ശേഖരിച്ചാണ് വിലയിരുത്തൽ നടത്തുന്നത്. 23-ാം തീയതി വരെ സ്ഥാനാർത്ഥികൾക്കും നേതൃത്വത്തിനും നെഞ്ചടിപ്പു തന്നെ. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണിക്കാത്തതിനെ ചൊല്ലി ഡോക്ടർ ശശി തരൂർ MP ഉയർത്തിയ വിവാദം അവഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം. വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ശശി തരൂർ വിവാദം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ദിവസം അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞ ശശി തരൂർ രീതിയോട് കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ആലോചനയിൽ പോലും തന്റെ പേര് വന്നില്ലെന്ന ശശി തരൂരിന്റെ പരാതിയെ താരപ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേരുണ്ടെന്ന രേഖ പുറത്തുവിട്ടാണ് പ്രതിരോധിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രതികരണം നടത്തിയ ശശി തരൂരിന് മറ്റു ചില താല്പര്യങ്ങളുണ്ടെന്നാണ് നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. പക്ഷേ തരൂരിന്റെ പരാതികളെ അവഗണിക്കാനാണ് നിലവിൽ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ശശി തരൂരിന്റെ ഇടയ്ക്ക് ഒരു വിമർശനമായി അദ്ദേഹത്തിന്റെ ഒരു നീരസം വെളിപ്പെടുത്തിയില്ല. അത് അത്ര ശക്തപ്പെട്ടൊന്നും വന്നില്ല, ശക്തമായില്ല. ശശി തരൂരുമായി സംസ്ഥാന നേതൃത്വത്തിന് പ്രശ്നങ്ങളില്ലെന്നും തരൂർ തിരക്കിലല്ലായിരുന്നുവെങ്കിൽ പ്രചാരണത്തിന് ക്ഷണിക്കുമായിരുന്നുവെന്നും K. മുരളീധരൻ. അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ഏതായാലും ഒരു കാര്യം ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കി, എല്ലാ ഊഹാപോഹങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും, അവശേഷിച്ച വർഷം തിരുവനന്തപുരത്തിൻ്റെ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ വിവാദത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് നേതാക്കൾക്ക് കർശന നിർദ്ദേശമുണ്ട്. താരപ്രചാരകരുടെ പട്ടികയിൽ പേരുൾപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് പരിപാടികൾക്ക് ക്ഷണിച്ചില്ലെന്നാണ് ശശി തരൂർ ക്യാമ്പിന്റെ മറുചോദ്യം. BJP-യിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് ആശ്വാസമാണെങ്കിലും പുതിയ വിവാദം കോൺഗ്രസിന് തലവേദനയാണ്. 24 തിരുവനന്തപുരം. സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച് കോഴിക്കോട് തിരുവമ്പാടിയിൽ KMCC സംഗമം നടത്തിയ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. അബ്ദുറഹ്മാൻ ഉൾപ്പെടെ 4 പേരെ സസ്പെൻഡ് ചെയ്തു. PV അൻവറിനെ പങ്കെടുപ്പിച്ച് KMCC സംഗമം നടത്താനുള്ള നീക്കം വിവാദമായിരുന്നു. കഴിഞ്ഞ 15-നാണ് തിരുവമ്പാടി പുന്നക്കലിൽ KMCC കുടുംബസംഗമം നടന്നത്. ഹരിതജീവനം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തത് ലീഗ് നേതാവും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ K. അബ്ദുറഹിമാൻ. PV അൻവറിനെ പങ്കെടുപ്പിച്ച് നടത്താനുള്ള പരിപാടി വിവാദമായതോടെ ലീഗ് സംസ്ഥാന നേതൃത്വം ഇടപെടുകയും പരിപാടി ഒഴിവാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. നിർദ്ദേശം ലംഘിച്ചുള്ള പരിപാടിയിൽ വൻ ജനപങ്കാളിത്തവും ഉണ്ടായിരുന്നു. നാളെ ചിലപ്പോൾ ഞാൻ മുസ്ലിം ലീഗുകാരനല്ലാതിരിക്കാം. 2-3 ദിവസം കഴിയുമ്പോ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവി ഒഴിയണമെന്ന് വരെ
സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചേക്കാം. അതെല്ലാം പുല്ലാണ്. എന്റെ സംസാരങ്ങൾ ലൈവായിക്കൊണ്ട് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള GCC KMCC-കാരും ഇന്നലെ ഈ പരിപാടിക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഹരിത രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ഏഴാംകൂലി മുസ്ലിം ലീഗുകാരന്റെ നേതാക്കന്മാരും ഇത് കേൾക്കുന്നുണ്ടാകും. ഇത് കേൾക്കുമ്പോ നാളത്തെ ചന്ദ്രികയിലും KA അബ്ദുറഹിമാൻ ഒരുപക്ഷെ പുറത്തായിരിക്കും. പക്ഷേ ആദർശം വിട്ടുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറല്ല. പരിപാടിക്ക് നേതൃത്വം നൽകിയ അബ്ദുറഹിമാനൊപ്പം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഭാരവാഹികളായ അറഫി, ഫൈസൽ, റഫീഖ് പുല്ലൂരമ്പാറ എന്നിവർക്കെതിരെയുമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തത്. 4 പേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. നടപടി പ്രതീക്ഷിച്ചിരുന്നുവെന്നും കാര്യമാക്കുന്നില്ലെന്നുമാണ് അബ്ദുറഹിമാന്റെ പ്രതികരണം. നടപടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയിൽ പ്രതിഫലിക്കുമെന്നും ഇവർ പ്രതികരിച്ചു. 24 കോഴിക്കോട്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പായി നിലമ്പൂർ. അഭിമാന പോരാട്ടത്തിൽ സംസ്ഥാന മന്ത്രിമാരും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും അടക്കം നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലുമെത്തി. രണ്ടായിരത്തി 16 കൈവിട്ട UDFന്റെ കോട്ട ആര്യാടൻ ഷോക്കത്തിലൂടെ തിരിച്ചുപിടിക്കണം. വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ സ്വന്തം നാട്ടിൽ തന്നെ മത്സരത്തിനിറങ്ങിയ സ്വരാജ്, പരസ്യമായി വെല്ലുവിളിച്ച് കളത്തിലിറങ്ങിയ അൻവർ, 3 മുന്നണിക്കും അഭിമാന പോരാട്ടം. പ്രചരണത്തിനായി കിട്ടിയതാകട്ടെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രചരണത്തിനാണ് നിലമ്പൂർ ജനത ഇക്കുറി സാക്ഷ്യം വഹിച്ചത്. ഇടതിന്റെ ക്യാപ്റ്റനായി മുഖ്യമന്ത്രി തന്നെ പഞ്ചായത്തുകളിലിറങ്ങി പ്രചരണം നയിച്ചു. വോട്ടുറപ്പിക്കാനായി CPMന്റെ സംസ്ഥാന നേതാക്കൾ ഓരോ പഞ്ചായത്തുകളും കയറിയിറങ്ങി. പ്രിയങ്ക ഗാന്ധി മുതൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഉപതെരഞ്ഞെടുപ്പിനായി മണ്ഡലത്തിൽ എത്തിയതോടെ നിലമ്പൂരുകാർക്കും ഇതൊരു പുത്തൻ അനുഭവമായി. 22 നാൾ നീണ്ട കാടിളക്കിയുള്ള ആവേശോജ്വലമായ പ്രചരണം. മുന്നണികൾ ചരിത്രമാക്കിയ കൊട്ടിക്കലാശം നടന്ന നിലമ്പൂർ ടൗണാണിത്. ഇന്ന് ആളും ആരവുമില്ല. ഈ മാസം 23 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിലമ്പൂർ ജനത. രാവുണർന്നാൽ നേതാക്കളുടെ തിക്കും തിരക്കുമായിരുന്നു ഇന്നലെ വരെ നിലമ്പൂരിൽ. ഇന്ന് ചിത്രം മാറി. വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നം കിട്ടിയതിന്റെ ആവേശത്തിലായിരുന്നു ഇടത് ക്യാമ്പ്. അതും M സ്വരാജ് ആയതോടെ ആവേശം ഇരട്ടിയായി. നവമാധ്യമങ്ങളിൽ മാത്രമല്ല നഗരഗ്രാമ വ്യത്യാസമില്ലാതെ രാവും പകലും ഉണർന്നു പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പായി. അമരമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലേക്കാണ് മുഖ്യമന്ത്രി ഇക്കുറി എത്തിയത്. MV ഗോവിന്ദൻ, A വിജയരാഘവൻ, KK ശൈലജ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ തന്നെ വോട്ടുറപ്പിക്കാൻ ബൂത്തുകളിലേക്ക് ഇറങ്ങി. നിലമ്പൂർ ടൗണിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണിത്. 24 മണിക്കൂറും വാറുമായി പ്രവർത്തിച്ച ഓഫീസ് ഇന്ന് ശൂന്യമായി. പ്രിയങ്ക ഗാന്ധി ഇറക്കി ദേശീയ നേതാക്കൾ ക്യാമ്പ് ചെയ്ത് ഈ ഫ്ലെക്സിൽ കാണുന്ന നേതാക്കൾ ദിവസങ്ങളോളം പ്രചരണം നടത്തിയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ കളം നിറഞ്ഞത്. പ്രിയങ്ക ഗാന്ധിയായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണ മുഖം. തൃണമൂൽ കോൺഗ്രസിന്റെ MP യൂസഫ് പത്താനും കൂടി എത്തിയതോടെ തൃശൂർ പൂരത്തിന്റെ മതിപ്പായിരുന്നു നിലമ്പൂരിന്റെ മണ്ണിന്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പൾസറിഞ്ഞ് നിലമ്പൂരിൽ പ്രചരണം കൊഴുപ്പിച്ചാണ് മടങ്ങിയത്. ഇനി 2 നാൾ വിശ്രമം. ജനവിധി അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണികളെല്ലാം. ഇപ്പോഴുള്ളത് ചരിത്ര വിജയം ആഘോഷമാക്കാനുള്ള ഇടവേളകൾ മാത്രം. 2 നാൾ കൂടി കാത്തിരിക്കാം നിലമ്പൂരിന്റെ മനസ്സറിയാൻ. നിലമ്പൂരിൽ നിന്ന് അനൂപ് S നായർക്കൊപ്പം നിതിൻ അംബുജൻ, 24. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും കൂടുതൽ ഇന്ത്യൻ പൗരന്മാർ മടങ്ങിയെത്തും. ഇരു രാജ്യങ്ങളിലും ഒഴിപ്പിക്കൽ നടപടി പുരോഗമിക്കുകയാണ്. മഷ്ഹാദിലെത്തിച്ച 600 വിദ്യാർത്ഥികളെ ഉടൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നതിന് മുൻപ് പൗരന്മാരെ ഒഴിപ്പിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം. ഇറാനിലെ ക്വാമിൽ നിന്ന് മഷ്ഹാദിലെത്തിച്ച 600ഓളം വിദ്യാർത്ഥികളെ ഉടൻ രാജ്യത്ത് തിരികെ കൊണ്ടുവരും. ഇതിനായുള്ള നടപടി ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ആരംഭിച്ചു. പ്രത്യേക വിമാനങ്ങൾ ഇതിനായി ക്രമീകരിക്കും. തുർക്ക്മെനിസ്ഥാൻ വഴി ഒഴിപ്പിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെയും നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ രാജ്യത്തെത്തിക്കാനുള്ള ക്രമീകരണങ്ങളും ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി സ്വീകരിച്ചു. ഒഴിപ്പിക്കുന്ന ഇന്ത്യക്കാരെ അതിർത്തി മേഖലയിൽ സുരക്ഷിതമായി എത്തിച്ച ശേഷം വിമാനത്തിൽ നാട്ടിലെത്തിക്കും. നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഇസ്രായേലിൽ നിന്നുള്ള ആദ്യ സംഘം നാളെയോ മറ്റന്നാളോ രാജ്യത്ത് മടങ്ങിയെത്തുമെന്നാണ് വിവരം. ഇറാനിലും ഇസ്രായേലിലും സാഹചര്യം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുക എന്നതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. ഇറാനിൽ നിന്ന് ആദ്യ വിദ്യാർത്ഥി സംഘം മടങ്ങിയെത്തിയതിന് പിന്നാലെ ദൗത്യത്തിന്റെ ഭാഗമായതിൽ ഇൻഡിഗോ എയർലൈൻ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ സാഹചര്യം ദിനംപ്രതി വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട്. 24 ഡൽഹി.
ഇറാനിൽ ആക്രമണം തുടരുന്നതിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 92 പേർ കൊല്ലപ്പെട്ടു. ഭക്ഷണത്തിനായി കാത്തുനിന്ന 16 പേർ ഉൾപ്പെടെയാണ് മരിച്ചത്. 64 പേർ ഗസ സിറ്റിയിലും 16 പേർ നെത്സറീം ഇടനാഴിയിലുമാണ് കൊല്ലപ്പെട്ടത്. അമേരിക്ക ഇസ്രായേൽ നേതൃത്വത്തിലുള്ള GHFന്റെ നെത്സറീമിലെ സഹായ വിതരണ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയോട് വെടിനിർത്തൽ അഭ്യർത്ഥിച്ചെന്ന പാകിസ്ഥാന്റെ സ്ഥിരീകരണം. വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചതോടെ വെടിനിർത്തൽ ആവശ്യപ്പെടേണ്ടി വന്നുവെന്ന് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറിന്റെ വെളിപ്പെടുത്തൽ. ജിയോ ന്യൂസിലെ ടെലിവിഷൻ ചർച്ചയിലായിരുന്നു ഈ തുറന്നു പറച്ചിൽ. जी नूर खान एयरबेस पे, शोरकोट एयरबेस पे, 2 एयरपोर्ट्स पे उन्होंने फिर अटैक किए उसी रात को, 6 और 7 की दरमियानी रात को. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെ കുംഭസാരം ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. ഇന്ത്യ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളവും പഞ്ചാബ് പ്രവിശ്യയിലെ ഷോർക്കോട്ട് വ്യോമതാവളവും ആക്രമിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ ഇടപെടലിനായും സൗദി അറേബ്യയിൽ നിന്നുള്ള സഹായത്തിനായും ആവശ്യപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ. മെയ് 10-ന് ഇന്ത്യ നൂർഖാൻ വ്യോമതാവളവും ഷോർക്കോട്ട് വ്യോമതാവളവും ആക്രമിച്ചതിനെ തുടർന്ന് സൗദി രാജകുമാരനായ ഫൈസൽ തന്നെ വിളിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി താൻ നടത്തിയ സംഭാഷണത്തെപ്പറ്റി അറിഞ്ഞുവെന്ന് ഫൈസൽ രാജകുമാരൻ പറഞ്ഞുവെന്നും ധർ പറയുന്നു. ഇന്ത്യ ആക്രമണം നിർത്തുന്ന പക്ഷം പാകിസ്ഥാനും ആക്രമണം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് താൻ ആവശ്യപ്പെടാൻ തന്നെ അധികാരപ്പെടുത്തുമോ എന്ന് ഫൈസൽ ചോദിച്ചുവെന്നും ധർ പറഞ്ഞു. താൻ അതിന് സമ്മതം മൂളിയെന്നും ജയശങ്കറിനെ വിവരമറിയിച്ച ശേഷം ഫൈസൽ രാജകുമാരൻ തന്നെ ആ വിവരം അറിയിച്ചുവെന്നും ധർ വ്യക്തമാക്കി. പാകിസ്ഥാനോട് ഔദ്യോഗിക സൈനിക ഹോട്ട്ലൈൻ ഉപയോഗിച്ച് ഇന്ത്യയുമായി ബന്ധപ്പെടാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് മെയ് 10-ന് പാകിസ്ഥാൻ DGMO മേജർ ജനറൽ കാസിഫ് അബ്ദുള്ള ഇന്ത്യൻ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായുമായി ബന്ധപ്പെടുകയായിരുന്നുവെന്നുമാണ് ഔദ്യോഗിക വിവരം. ഇക്കാര്യം പിന്നീട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിലൂടെ സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ശസ്ത്രക്രിയയെ തുടർന്ന് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന MS നീതു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയിച്ചിട്ടും വിദഗ്ധ ചികിത്സ നൽകിയില്ല. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് നിരുത്തരവാദ പെരുമാറ്റമെന്നും നീതു പറഞ്ഞു. കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ ഗുരുതരാരോപണങ്ങളാണ് നീതു ഉന്നയിക്കുന്നത്. വിദഗ്ധ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരില്ലായിരുന്നുവെന്ന് നീതു പറയുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ലഭിക്കേണ്ട യാതൊരു പരിചരണവും ആശുപത്രിയിൽ നിന്ന് ലഭിച്ചില്ല. ശനിയാഴ്ച സർജറി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ അവരെന്നെ ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ഇതൊരു ജനറൽ അനസ്തേഷ്യ തന്നൊരു സർജറിയാണ്. അപ്പോൾ ഒരു 24 മണിക്കൂർ എന്നെ ഒബ്സർവേഷൻ ഇടാതെയാണ് അവരെന്നെ വിട്ടത്. നമ്മൾ അപ്പോഴും തന്നെ അവരെ ഇൻഫോം ചെയ്തെന്നാൽ എനിക്കിങ്ങനെ ഒരു ക്ഷീണമാണ്. അപ്പോൾ അവർ പറഞ്ഞ് അതിപ്പോൾ സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു ക്ഷീണമാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇന്നും അവിടെ ഹോസ്പിറ്റലില്ലെങ്കിൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നാളെ ഇങ്ങോട്ട് വന്നാൽ മതി, നാളെ രാവിലെ വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ലാന്ന്. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് ആദ്യം കോസ്മെറ്റിക് ആശുപത്രിയുമായി ബന്ധപ്പെടുന്നത്. അതിസങ്കീർണമായ ശസ്ത്രക്രിയയെന്ന് ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തിയില്ല. തനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഡോക്ടർ അടക്കം നിസ്സാരമായി കണ്ടെന്നും നീതു പറഞ്ഞു. കാലം അടുപ്പിച്ചാണ് എന്നെ അനന്തപുരിയിൽ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം നോക്കണം. ഞാൻ അനന്തപുരിയിൽ എത്തുന്നതും എനിക്ക് കാർഡിയാക് അറസ്റ്റാണ്. എന്നെ ഇന്നോവ കാറിലാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് മുന്നേ ആണ് എനിക്ക് ഈ കാർഡിയാക് അറസ്റ്റ് വന്നിരുന്നെങ്കിൽ ഞാൻ ആ കാറിലിരുന്ന് മരിച്ചു പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കെന്ന് പറഞ്ഞൊരു സർജറി കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് കെയർ ട്രീറ്റ്മെൻറ്റും കിട്ടിയില്ല. ഫെബ്രുവരി 22-നാണ് അടിവയറിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്കായി നീതു കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിലെത്തുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ അണുബാധയെ തുടർന്നാണ് 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നത്. അണുബാധയെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇപ്പോഴും നീതു വിദഗ്ധ ചികിത്സ തുടരുകയാണ്. നീതുവിന്റെ ഭർത്താവിന്റെ പരാതിയിൽ കോസ്മെറ്റിക് ക്ലിനിക്കിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കണ്ണൂർ കായലോട് സദാചാര ആക്രമണത്തിൽ മനംനൊന്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. അറസ്റ്റിലായ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് വ്യക്തമാക്കി. സദാചാര ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും ആത്മഹത്യയ്ക്ക് കാരണം ആൺസുഹൃത്തെന്നും യുവതിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. ജീവനൊടുക്കിയ റസീനയുടെ ആത്മഹത്യക്കുറിപ്പാണ് കേസിലെ നിർണായക തെളിവ്. ഞായറാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തെക്കുറിച്ച്
3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ റസീന വിശദീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് SDPI പ്രവർത്തകരായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടെ പ്രതികളെത്തി പരസ്യമായി അവഹേളിച്ചു. ഇതിലെ മനോവിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അപ്പോൾ ആ ഒരു ഭീഷണിപ്പെടുത്തൽ അല്ലാത്തൊരു രീതിയിലേക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മരിക്കേണ്ടി വരില്ല എന്നുള്ളൊരു സാഹചര്യമാണ് സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്, പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരും ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തെ പറ്റിയിട്ടാണ് സൂയിസൈഡൽ നോട്ടിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്. തുടർന്ന് യുവതിയുടെ സുഹൃത്തായ റഹീസിനെ പ്രതികൾ മർദ്ദിച്ചെന്നും ഫോണും ടാബും കൈക്കലാക്കിയെന്നും പോലീസ് പറയുന്നു. ഇതിലെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നുള്ള ഫോണും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫോണും എല്ലാം തന്നെ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് പ്രതികളുടെ കൈവശത്തു നിന്നാണ്. യുവതിയുടെ സുഹൃത്തിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. റസീനയെ സാമ്പത്തികമായും ശാരീരികമായും യുവാവ് ചൂഷണം ചെയ്തെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റസീനയുടെ മാതാവ് തലശ്ശേരി ACPക്ക് പരാതി നൽകി. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. മോളെ ഒരു വിഷമം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല, തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് ചെക്കനുമായിട്ട് കൂട്ടിയിട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായിപ്പോൾ. ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. കുടുംബത്തിന്റെ പരാതിയും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. അന്വേഷണത്തിനായി തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. 24 കണ്ണൂർ. കണ്ണൂർ വിമാനത്താവളത്തിൽ 3 ദിവസമായി വൈദ്യുതി മുടങ്ങി. സബ്സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്ന അണ്ടർഗ്രൗണ്ട് കേബിളിൽ തകരാറുണ്ടായതാണ് കാരണം. ജനറേറ്റർ ഉപയോഗിച്ചാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, വിമാനത്താവളം പോലെ ഒരു സ്ഥലത്ത് വൈദ്യുതി മുടങ്ങിയിട്ട് 3 ദിവസമായി അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണല്ലോ. എന്താണ് സംഭവിക്കുന്നത് അവിടെ? വിജയകുമാർ, ചാവശ്ശേരി സബ്സ്റ്റേഷനിൽ നിന്നാണ് അണ്ടർഗ്രൗണ്ട് കേബിൾ ഉപയോഗിച്ച് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ആവശ്യമായ വൈദ്യുതി എടുക്കുന്നത്. അതിൽ തകരാർ സംഭവിച്ചു. ഈ അണ്ടർഗ്രൗണ്ട് കേബിളിൽ ഷോർട്ടായി അതങ്ങനെ ഒരു തകരാർ സംഭവിച്ചു എന്നതാണ് KSEB നൽകുന്ന വിശദീകരണം. അത് ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ ആയതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി എവിടെയാണ് ഷോർട്ട് എന്ന് കണ്ടെത്താൻ അല്പം വൈകി. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് KSEB പറയുന്നത്. അതിൽ കോഴിക്കോട് നിന്നുള്ളൊരു സ്പെഷ്യൽ ടീം ഉൾപ്പെടെ എത്തി ആ കാര്യങ്ങൾ അവർ ആ വർക്കിലായിരുന്നു എന്നതാണ് KSEB പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഈ തകരാർ സംഭവിച്ചിട്ട് 3 ദിവസമായി വൈദ്യുതി വിമാനത്താവളത്തിൽ ഇല്ല. നിലവിൽ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടില്ല. പക്ഷേ വൈദ്യുതി 3 ദിവസമായി മുടങ്ങുകയാണ്. ഇപ്പോഴും KSEBയുടെ ഈ തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടി, ഈ നിലവിലെ അണ്ടർഗ്രൗണ്ട് കേബിളിലെ തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇന്ന് തന്നെ അത് പരിഹരിച്ച് വിമാനത്താവളത്തിലേക്കുള്ള വൈദ്യുതി തടസ്സം ആ പ്രശ്നം പരിഹരിക്കും എന്നതാണ് KSEB ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. വിജയകുമാർ. ജനറേറ്റർ ഉപയോഗിച്ചാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ യുവതിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. ഭർത്തൃവീട്ടിലെ മാനസിക ശാരീരിക പീഡനമാണ് മകളുടെ മരണത്തിന് പിന്നിലെന്ന്, മരിക്കുന്നതിന് തലേ ദിവസവും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പിതാവ് ബഷീർ ആരോപിക്കുന്നു. ഇന്നലെയാണ് കഴക്കൂട്ടം സ്വദേശി സുദീനയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴുത്തിൽ മുറിവേറ്റ നിലയിലാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. മരണത്തിനു പിന്നിൽ ഗാർഹിക പീഡനമെന്നും മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും പിതാവ് ബഷീർ. 25,000 ഉരുപ്പടി കൊടുത്തു, 5 ലക്ഷം രൂപ കൊടുത്തു, 6 സെന്റ് സ്ഥലം അവിടെ വാങ്ങിച്ചു കൊടുത്തു. അത് അവരിപ്പം വിറ്റു. അത് എന്നെ ഭയങ്കര ഉപദ്രവവും ഭയങ്കര തെറി വിളിച്ചും ഭയങ്കര അത് ഉപദ്രവങ്ങളും പള്ളുവിളിയും ചീത്ത വിളിയൊക്കെ കാണുന്നു. അങ്ങനെ പോയി. അപ്പം ഞാൻ വിളിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നു എൻ്റെ മോളെ. 5-6 ദിവസം ഇവിടെ നിന്ന് 12:30 അവരെ കൊണ്ട് ചെന്നത്. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് 11 മണിക്ക് മരിച്ചാണ്. നിങ്ങളിവിടെ കൊണ്ടുവന്ന് 12:30 മണിയായില്ലേ, ഇത്ര നേരം വരെ. അവരെ വീട്ടിൽ നിന്ന് ഈ എല്ലാവരും ആശുപത്രിയിൽ പോയി ഒരു 10 മിനിറ്റ് മതി. എൻ്റെ മോൾ യാതൊരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല. അവൾ തൂങ്ങി മരിക്കുകയില്ല, അവൾ ഒരു ആത്മഹത്യയും ചെയ്യില്ല. പലതവണ ഭർത്താവിന്റെ അതിക്രമങ്ങൾ മകൾ ഫോണിൽ വിളിച്ച് കേൾപ്പിക്കുമായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ മൂലം പലപ്പോഴും യുവതിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഗുരുതരാവസ്ഥയിലായിട്ടും 1.5 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത്. വീട്ടുകാരോട് തലകറങ്ങി വീണെന്ന് കള്ളം പറഞ്ഞെന്നും പിതാവ് പറയുന്നു. ഭർത്താവിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം പൂന്തുറ പോലീസിൽ പരാതി നൽകി. 24 തിരുവനന്തപുരം.
തിരുവനന്തപുരം ആലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ് എന്ന് പരാതി. 3 +1 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്കേറ്റു. അക്രമം നടത്തിയ 5 +2 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തു. +1 ക്ലാസ് തുടങ്ങി 2ാം ദിവസമായ ഇന്നലെയാണ് വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായത്. ഉച്ചയ്ക്ക് ഇന്റർവെൽ സമയം +2 വിദ്യാർത്ഥികൾ കൂട്ടമായെത്തി അകാരണമായി മർദ്ദിച്ചു എന്നാണ് പരാതി. 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്കുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ കണ്ണിനും മറ്റൊരു വിദ്യാർത്ഥിയുടെ മുഖത്തും പരിക്കുണ്ട്. വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. ഉച്ചയ്ക്കത്തെ ഇന്റർവെല്ലായപ്പം സീനിയേഴ്സൊക്കെ വന്നിട്ട് പേരെന്തേറാന്ന് ചോദിച്ച് ഉറക്കെ പാടാന്ന് പറഞ്ഞിട്ട് നിനക്ക് നാക്കില്ലെന്നൊക്കെ ചോദിച്ചിട്ട് തള്ളി. അങ്ങനെ ടീച്ചർമാരൊന്ന് പിടിച്ചതിൻ്റെ അടുത്ത് ഇവർ ഇടിച്ച് കുറേ പേര്. അപ്പം +2 കുറച്ചും കൂടെ പേര് വന്നിട്ട് ഒരു 10-15 പേര് വന്നിട്ട് ഇടിച്ച് എല്ലാവരും കൂടെ കൂട്ടത്തോടെ നമ്മളിട്ട് ഇടിച്ച് തറയിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. 5 +2 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സ്കൂളിലെ അധ്യാപകർ ആക്രമിച്ച +2 വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയെന്നും പരാതിയിൽ പറയുന്നു. കാറിന് കേടുപാടുണ്ടാക്കിയെന്നാരോപിച്ച് 1500 രൂപ വേണമെന്ന് അധ്യാപകർ ആവശ്യപ്പെട്ടതായും പരാതിയിൽ വ്യക്തമാക്കുന്നു. നഗരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 24 തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസ് കൊലപാതക കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം നൽകിയതിൽ പ്രതിഷേധം. BJP, MSF, KSU പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി. 2 വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയ ഇങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനം പോലീസ് തടഞ്ഞു. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളും ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനം നേടിയിട്ടുണ്ട്. മലപ്പുറം MSP സ്കൂളിൽ അധ്യാപികയുടെ വാഹനം വിദ്യാർത്ഥിയെ ഇടിച്ച സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. അധ്യാപികയുടെ ലൈസൻസ് മലപ്പുറം RTO സസ്പെൻഡ് ചെയ്തു. 5 ദിവസത്തെ നിർബന്ധിത ഡ്രൈവിംഗ് പരിശീലനത്തിൽ പങ്കെടുക്കാനും അധ്യാപികയ്ക്ക് നിർദ്ദേശം നൽകി. ഇവിടെ ഞങ്ങളെ സ്കൂൾ കോമ്പൗണ്ടിൽ ഞങ്ങളെ ടീച്ചറിന്റെ വണ്ടി തട്ടിയാണ്ട് ഒരു കുട്ടിക്ക് ആക്സിഡന്റ് ആയി. നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന രീതിയിലാണ് സംഭവിച്ചത്. തെറിച്ചാണ് പോയി ഓള്. അത്ര നല്ല ഇതിലൊക്കെ പറ്റിക്കണം. എന്നിട്ട് ഇവര് സഹകരണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇവര് പറഞ്ഞിട്ടില്ല മര്യാദക്ക് കാലുമക്ക് വണ്ടി ഇടിച്ചതാന്ന് പറഞ്ഞിട്ടില്ല, മതിൽ വീണെന്നാ പറഞ്ഞിട്ടുണ്ട്. വാഹനം ഓടിച്ച ബീഗം എന്ന അധ്യാപികയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തത്. 3 മാസത്തേക്കാണ് സസ്പെൻഷൻ. കൂടാതെ എടപ്പാളിലെ IDTRൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രൈവിംഗ് പരിശീലനത്തിനും അയച്ചു. ഈ മാസം 13-നാണ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ബീഗം ഓടിച്ച വാഹനമിടിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട സഹപാഠികൾ ശക്തമായ സമരം നടത്തിയിരുന്നു. അധ്യാപികയ്ക്കെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 മലപ്പുറം. തമിഴ്നാട്ടിൽ സ്വത്തിനെ ചൊല്ലിയുള്ള മാരൻ കുടുംബത്തിലെ തർക്കം നിയമ പോരാട്ടത്തിലേക്ക്. സൺ ഗ്രൂപ്പ് ഉടമ കലാനിധി മാരന് സഹോദരനും DMK MPയുമായ ദയാനിധി മാരൻ വക്കീൽ നോട്ടീസ് അയച്ചു. കലാനിധിയും ഭാര്യയും ചതിയിലൂടെ കുടുംബസ്വത്ത് തട്ടിയെടുത്തു എന്നാണ് ദയാനിധിയുടെ ആരോപണം. അച്ഛൻ മുരസൊലിമാരന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ഓഹരികൾ നിയമവിരുദ്ധമായി തട്ടിയെടുത്തുവെന്ന് കാട്ടിയാണ് DMK MPയായ ദയാനിധിമാരൻ സഹോദരൻ കലാനിധിമാരന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അച്ഛന്റെ മരണത്തിന് മുൻപുള്ള ഓഹരി നില പുനഃസ്ഥാപിക്കണം, അനർഹമായി സമ്പാദിച്ച പണത്തിന്റെ വിഹിതം തിരികെ നൽകണം എന്നിവയാണ് പ്രധാന ആവശ്യം. കലാനിധിക്കെതിരെ SFIO അന്വേഷണം ആവശ്യപ്പെടുമെന്നും ദയാനിധി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് IPLലെ ഹൈദരാബാദ് ടീമും സ്പൈസ് ജെറ്റ് വിമാന കമ്പനിയും സ്വന്തമാക്കി. കള്ളപ്പണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഇടപാടുകളെന്നും ദയാനിധി ആരോപിക്കുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള പോര് BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. സഹോദരൻ കള്ളപ്പണമുണ്ടാക്കിയെന്ന് ദയാനിധി തന്നെ സമ്മതിച്ചുവെന്നും ഇരുവർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്നും BJP നേതാവ് K. അണ്ണാമലൈ വ്യക്തമാക്കി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ധനികരിലൊരാളാണ് കലാനിധിമാരൻ. 24 ചെന്നൈ. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം സജീവമാകുന്നതിനിടെ ഖലിസ്ഥാനി തീവ്രവാദികൾക്കെതിരെ കാനഡയിൽ നിന്ന് ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്ന ഖലിസ്ഥാനികൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ്. ഇതാദ്യമായാണ് ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ കാനഡ രംഗത്ത് വരുന്നത്. രാജ്യത്ത് ആക്രമണങ്ങൾ നടത്തി കാനഡയിൽ അഭയം തേടുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നത് ഇന്ത്യയുടെ തുടർച്ചയായുള്ള ആവശ്യമായിരുന്നു. കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഇന്ത്യയുടെ ഈ ആവശ്യത്തോട് മുഖം തിരിച്ചു. എന്നാൽ മാർക്ക് കാർണിയുടെ ഭരണകൂടം ഖാലിസ്ഥാൻ തീവ്രവാദത്തെ എതിർക്കുകയാണ്. കാനഡയുടെ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറയുന്നു.
ഇന്ത്യയിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനും ധനസമാഹരണത്തിനുമായി ഇവർ കാനഡ താവളമാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇന്ത്യയുടെ തുടർച്ചയായ ആവശ്യത്തെ കാനഡ പരിഗണനയിലെടുക്കുന്നുവെന്നതിന്റെ സൂചന കൂടിയാണിത്. കാനഡയിലിരുന്ന് ഇന്ത്യക്കെതിരെ തുടർച്ചയായി ഭീഷണി നടത്തുന്ന ഗുർപന്ത്വന്ത് സിംഗ് പന്നുവിനെ പോലുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികളെ പിടികൂടി നാട്ടിലെത്തിക്കുന്നതിന് കാനഡയുടെ സഹായം ഒരുപക്ഷെ ഇന്ത്യക്ക് ലഭിച്ചേക്കും. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജാറിനെ വധിച്ചതോടെയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായത്. 24 ഡൽഹി. രാജ്യത്ത് കോവിഡ് ആശങ്ക ഒഴിയുന്നു. കോവിഡ് ആക്റ്റീവ് കേസുകൾ 5608 കുറഞ്ഞു. ഒറ്റ ദിവസം 368 കേസുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് 4 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 1 മരണം കേരളത്തിലാണ്. കേരളത്തിലെ ആക്റ്റീവ് കേസുകളിലും കുറവുണ്ടായി. 1184 സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുറഞ്ഞു. കേരളത്തിന് പുറമെ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ഓരോ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായ 4ാം ദിവസമാണ് രാജ്യത്തെ കോവിഡ് ആക്റ്റീവ് കേസുകളിൽ കുറവ് രേഖപ്പെടുത്തുന്നത്. പത്തനംതിട്ടയിൽ മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ പിടിയിൽ. ഇലന്തൂർ കുഴിക്കാല CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രൈവർ ലിബിനാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾ ഉള്ള ബസ്സായിരുന്നു. പോലീസ് പിന്നീട് ആ ബസ് സ്കൂളിലെത്തിച്ചു. പത്തനംതിട്ട പോലീസ് രാവിലെ നടത്തിയ പതിവ് പരിശോധനകൾക്കിടെയാണ് ഇലന്തൂർ കുഴിക്കാല CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രൈവർ ലിബിൻ പിടിയിലായത്. ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന പോലീസ് ഡ്രൈവർ മുഴുവൻ വിദ്യാർത്ഥികളെയും കൃത്യസമയത്ത് സ്കൂളിലെത്തിച്ചു. കുട്ടികളും ഹാപ്പി. രാവിലെ മദ്യപിച്ചിട്ടില്ലെന്നും കഴിഞ്ഞ ദിവസം മദ്യപിച്ചതിന്റെ അംശമാണ് ശരീരത്തിൽ ഉള്ളതെന്നുമാണ് ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി. ലിബിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിന് പോലീസ് ഉടൻ ശുപാർശ നൽകും. 24 പത്തനംതിട്ട. സ്കൂളുകളിലെ സൂംബ പരിശീലന ചുമതല ഏൽപ്പിച്ചതിനെതിരെ കായിക അധ്യാപകർ. പോസ്റ്റുകളുടെ കുറവ് ഉൾപ്പെടെ കായിക അധ്യാപകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് സൂംബ ചുമതല നൽകുന്നത്. തസ്തിക പുനർനിർണയം പൂർത്തിയാകുന്നതോടെ കൂടുതൽ കായിക അധ്യാപകർ പുറത്താകും. പരിഹാരം ആവശ്യപ്പെട്ട് കായിക അധ്യാപകരുടെ സംഘടന വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി. അപ്പർ പ്രൈമറി ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം കണക്കാക്കി മാത്രമാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ കായിക അധ്യാപകരെ നിശ്ചയിക്കുന്നത്. പക്ഷേ അതുപോലും കുറവാണ്. 2739 UP സ്കൂളും 2663 ഹൈസ്കൂളും ഉണ്ടെങ്കിലും ആകെ അധ്യാപകരുടെ എണ്ണം 1800-ൽ താഴെയാണ്. തസ്തിക നിർണയം പൂർത്തിയാകുന്നതോടെ കൂടുതൽ അധ്യാപകർ പുറത്താകും. വിദ്യാർത്ഥികളുടെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടതിന് പുറമെ ഇപ്പോൾ സൂംബ പരിശീലനവും കായിക അധ്യാപകർ ചെയ്യണം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കായിക അധ്യാപകരുടെ സംഘടന സൂംബ പരിശീലനത്തിനെതിരെ രംഗത്തെത്തിയത്. കായിക അധ്യാപകർക്ക് അതിൻ്റെ ഉള്ളൊരു അതിനുള്ള വേറെ പ്രത്യേക ട്രെയിനിങ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. സൂംബയ്ക്കുള്ള മറ്റ് 10-37 ഗെയിംസ് 40-50ഓളം ഗെയിംസ് തന്നെ നമുക്ക് നടത്തി തീർക്കാൻ പോലും സമയമില്ല. ഏറ്റവും കൂടുതൽ മത്സര ഇനങ്ങളുള്ളത് സീനിയർ ജൂനിയർ വിഭാഗത്തിലാണ്. ഈ സീനിയർ ജൂനിയർ കുട്ടികൾ കൂടുതലും ഉള്ളത് ഹയർ സെക്കൻഡറിയിലാണ്. ഹയർ സെക്കൻഡറിയിൽ നമ്മുടെ സേവനം ഇല്ല, അവിടെ ഇല്ല, കായികാധ്യാപകരും ഇല്ല. കായിക അധ്യാപകരുടെ തസ്തിക നിർണയത്തിനുള്ള മാനദണ്ഡം മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഓരോ സ്റ്റാഫ് ഫിക്സേഷൻ കഴിയുമ്പോഴും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കായികാധ്യാപകരുടെ എണ്ണം കുറഞ്ഞു വരികയും പലരും ജോലിയും കൂലിയും നഷ്ടപ്പെട്ട് പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 500 കുട്ടികൾ എന്നുള്ള 65 വർഷം മുന്നേ പഴക്കമുള്ള ഒരു നിയമം ഇന്നും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആകെ 384 സ്കൂളുകളിൽ മാത്രമാണ് കായികാധ്യാപകർ നിലവിലുള്ളത്. ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധിത പാഠ്യ വിഷയമാക്കി മാറ്റി മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനാവകാശം ഉറപ്പാക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് അധ്യാപകരുടെ സംഘടന പരാതി നൽകി. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട്. അനർഹരായ 100-ലധികം പേർ വീട് തട്ടിയെടുത്തു എന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 27 പേരിൽ നിന്നായി ആദ്യഘട്ടത്തിൽ 1,14 ലക്ഷം രൂപയും പലിശയും റവന്യൂ റിക്കവറിയിലൂടെ തിരിച്ചുപിടിക്കും. LDF സർക്കാരിന്റെ അഭിമാനമായ ലൈഫ് മിഷൻ ഭവന പദ്ധതി. എന്നാൽ ഉപ്പുതറയിൽ ഇതേ LDFന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ ഭരണസമിതി ലൈഫ് മിഷൻ വീടുകൾ അനുവദിച്ചത് അനർഹർക്ക്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തട്ടിപ്പിനായി എല്ലാവരും ഒന്നിച്ചു. 1.5 ഏക്കർ സ്ഥലമുള്ള CPIM അംഗവും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ VP ജോൺ ഡിവിഷൻ മെമ്പറായിരിക്കെ 3 സെന്റ് സ്ഥലം മാത്രമാണുള്ളതെന്ന് കാണിച്ച് വീട് തട്ടിയെടുത്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS ഷാൽ
അനർഹമായി ലഭിച്ച വീട് നിയമം ലംഘിച്ച് 3 ഇരട്ടി വിലയ്ക്ക് വിൽപ്പന നടത്തി. ഗുരുതരമായ വീഴ്ച വരുത്തിയ ആളുകളുണ്ട്. പഴയ വീടിന്റെ പെയിന്റ് അടിച്ചിട്ട് പൈസ മേടിച്ച ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ ഫൈനൽ സ്റ്റേജ് 40,000 രൂപ കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറേ കേസുകൾ ഇത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ വിജിലൻസിൻ്റെ റിപ്പോർട്ടും പ്രകാരം ലഭിച്ചിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ഇന്നലെ കർശനമായ തീരുമാനം എടുക്കാനായിട്ട് തീരുമാനം ഉണ്ടാകുകയാണ്. രാഷ്ട്രീയ സ്വാധീനവും ഉദ്യോഗസ്ഥ ബന്ധവും മുതലെടുത്താണ് തട്ടിപ്പെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഭൂരിപക്ഷം പേരും ഭരണകക്ഷിപ്പെട്ട ആൾക്കാരെ മേടിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട കേസ് മറ്റു ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ആര് പിന്നെ ഇത് അനുകൂലമായി മേടിച്ചിട്ടുണ്ടോ അവരിൽ നിന്നും ഇതുമായിട്ട് അന്വേഷണം നടത്തി ഈ പണം തിരിച്ചു ഈടാക്കണം എന്നുള്ളതാണ് ആവശ്യം. പഴയ വീട് പെയിന്റ് അടിച്ച് പണം തട്ടിയവരും ഇക്കൂട്ടത്തിലുണ്ട്. 2022 വിജിലൻസ് അന്വേഷണത്തിൽ തട്ടിപ്പ് നടത്തിയ 27 പേർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം പഞ്ചായത്ത് നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ വീടുകളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ വാതിൽപ്പടി സേവന പദ്ധതി നിലയ്ക്കുന്നു. ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും പദ്ധതി സ്തംഭിച്ച അവസ്ഥയിലാണ്. ചെലവിനായി നൽകുന്ന തുക കുറവായതിനാൽ സേവനത്തിന് സന്നദ്ധ പ്രവർത്തകരെ കിട്ടാനുമില്ല. പദ്ധതിയിലൂടെ നൽകാൻ ലക്ഷ്യമിട്ട സേവനങ്ങൾ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്നതും വാതിൽപ്പടി സേവനം നിലയ്ക്കാൻ കാരണമായി. എം വി ഗോവിന്ദൻ തദ്ദേശഭരണ മന്ത്രിയായിരിക്കെ 2021 ആരംഭിച്ച വാതിൽപ്പടി സേവന പദ്ധതിയാണ് അകാല ചരമം പ്രാപിക്കാൻ പോകുന്നത്. സുരക്ഷിത ജീവിതത്തിന് അത്യാവശ്യമായ സർക്കാർ സേവനങ്ങൾ ഒരാൾക്ക് പോലും ലഭ്യമാകാതെ പോകരുതെന്ന കാഴ്ചപ്പാടിലായിരുന്നു പദ്ധതി ആവിഷ്കരിച്ചത്. വീടിന് പുറത്തു പോകാൻ കഴിയാത്ത കിടപ്പ് രോഗികളും അംഗപരിമിതരുമായിരുന്നു പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ. മസ്റ്ററിംഗ്, ലൈഫ് സർട്ടിഫിക്കറ്റ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷ തയ്യാറാക്കൽ, ക്ഷേമ പെൻഷൻ അപേക്ഷ, ജീവനരക്ഷാ മരുന്ന് എത്തിക്കൽ തുടങ്ങിയ 5 സേവനങ്ങൾ വീട്ടിലെത്തിക്കുന്നതായിരുന്നു പദ്ധതി. സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ച് ഓരോ തദ്ദേശ സ്ഥാപനവും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ഇപ്പോൾ ഏതാണ്ട് നിലച്ച മട്ടാണ്. സന്നദ്ധ പ്രവർത്തകരുടെ അഭാവം മൂലമാണ് പല തദ്ദേശ സ്ഥാപനങ്ങളും പദ്ധതിയിൽ നിന്ന് പിന്നാക്കം പോയത്. ചെലവിനത്തിൽ നൽകുന്ന തുക കുറവായതിനാൽ സന്നദ്ധ പ്രവർത്തകർ പദ്ധതിയോട് താല്പര്യം കാട്ടുന്നില്ല. വാതിൽപ്പടി സേവന പദ്ധതിയിലൂടെ നൽകുന്ന സഹായങ്ങൾ മറ്റു പല സ്രോതസ്സുകളും ലഭിക്കുന്നതുകൊണ്ട് ഗുണഭോക്താക്കൾക്കും വലിയ പരാതികളില്ല. ക്ഷേമ പെൻഷൻ അപേക്ഷകരുടെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം തേടുന്ന അപേക്ഷകരുടെയും എണ്ണം തീരെ കുറവായതും പദ്ധതി നിലയ്ക്കാൻ കാരണമായി. പദ്ധതി നിലയ്ക്കുന്നത് കിടപ്പ് രോഗികൾക്കും പുറത്തുപോയി ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ സാഹചര്യത്തിൽ സന്നദ്ധ സഹകരണം നൽകുന്ന ചെലവ് തുക വർദ്ധിപ്പിച്ചും സേവനങ്ങളുടെ എണ്ണം കൂട്ടിയും പദ്ധതി നിലനിർത്തണമെന്നാണ് തദ്ദേശ ഭരണ വകുപ്പിന്റെ നിർദ്ദേശം. ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അവിടുത്തെ പ്രത്യേകതയനുസരിച്ചുള്ള സേവനങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. എറണാകുളം ജില്ലയുടെ തീരദേശ ഗ്രാമങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കടൽക്ഷോഭത്തിൽ പ്രതിഷേധിച്ച് വൈദികരുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം തുടങ്ങി. തീരദേശ ജനതയെ സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഏകദിന സമരം. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ തെരുവിലിറങ്ങാനാണ് ആലപ്പുഴ, കൊച്ചി രൂപതയിലെ തീരദേശവാസികളുടെ തീരുമാനം. ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരങ്ങളിൽ കാലങ്ങളായി ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ആലപ്പുഴ, കൊച്ചി രൂപതയിലെ വൈദികർ ഉപവാസ സമരവുമായി തെരുവിലിറങ്ങിയത്. എല്ലാ വർഷവും തീരദേശം ദുരിതത്തിലാകുമ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള നടപടികൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്ന് വൈദികർ ആരോപിച്ചു. മുന്നണി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയക്കാർ തീരദേശത്തെ അവഗണിക്കുകയാണെന്നും വിമർശനം. സർക്കാർ കാണുന്നുണ്ട്, അവർ കാണുന്നുണ്ട്, പക്ഷെ കണ്ടതായിട്ട് നടിക്കുന്നില്ല. അവർ ഈ ജനത്തെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ്. ഇവരെ അവഗണിച്ചാലും യാതൊരു കുഴപ്പവുമില്ല, ഇരുമുന്നണികൾക്കും യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ അവഗണിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഈ ജനം എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അൽത്താരയിൽ നിന്നിറങ്ങി തെരുവിലേക്ക് വരുന്നത്. തോപ്പുംപടി BOT പാലത്തിന് സമീപം നൂറുകണക്കിന് വൈദികരാണ് ഏകദിന ഉപവാസം അനുഷ്ഠിക്കുന്നത്. സൂചനാ സമരത്തിന് ശേഷം നടപടികൾ ഉണ്ടായില്ല എങ്കിൽ ശക്തമായ സമരവുമായി തെരുവിലിറങ്ങുമെന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കി. ഉപവാസം അനുഷ്ഠിക്കുന്ന വൈദികർക്ക് പിന്തുണയുമായി ഇന്ന് വൈകിട്ട് 3 മണി മുതൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തീരദേശവാസികളും തോപ്പുംപടിയിലേക്ക് എത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ തീരെ തടിപ്പിക്കില്ല എന്നാണ് സമരസമിതിയുടെ നിലപാട്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. പാലക്കാട് CPIയിൽ പച്ചയടിക്കൽ വിവാദം. സർവീസ് സംഘടനാ നേതാവിന്റെ വിരമിക്കൽ ചടങ്ങിന്റെ ഫോട്ടോയിൽ നിന്ന് ജില്ലാ സെക്രട്ടറിയുടെ ചിത്രം പച്ച നിറം ഉപയോഗിച്ച് മായ്ച്ച് മുതിർന്ന നേതാവ് K ഇസ്മയിൽ സമൂഹമാധ്യമ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. CPIയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. അതേസമയം ചിത്രത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് K ഇസ്മയിലിന്റെ വിശദീകരണം. ഷൊർണൂർ ഗവൺമെന്റ് പ്രസിൽ നിന്ന് വിരമിച്ച സർവീസ് സംഘടനാ നേതാവ് വിജയകുമാറിന്റെ യാത്രയയപ്പ് ചടങ്ങിനെടുത്ത ഫോട്ടോയാണ് K ഇസ്മയിൽ CPIയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. പക്ഷേ വിജയകുമാറിന് ഉപഹാരം നൽകുന്ന പൊന്നാട അണിയിക്കുന്ന ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജിനെ
പച്ചയടിച്ച് മായ്ച്ചു കളഞ്ഞുവെന്നു മാത്രം. CPIയുടെ മണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് മുതിർന്ന നേതാവിന്റെ പോസ്റ്റ്. ഇതോടെ വിമർശനവും ഇസ്മയിലിനെതിരെ ഉയർന്നു. പാലക്കാട് ജില്ലയിൽ CPI വിമതരുടെ കൂട്ടായ്മയായ സേവ് CPIയുടെ ഭാഗമാണ് ഇസ്മയിൽ എന്ന തരത്തിലാണ് KP സുരേഷ് രാജിനെ അനുകൂലിക്കുന്നവരുടെ പ്രതികരണം. അതേസമയം തൻ്റേത് പുതിയ ഫോണാണെന്നും ഫോട്ടോ എങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നുവെന്ന് അറിയില്ല എന്നുമാണ് ഇസ്മയിൽ വിശദീകരിക്കുന്നത്. CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി P രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ KE ഇസ്മയിലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം ഇസ്മയിലിൻ്റെ ജന്മനാടായ വടക്കഞ്ചേരിയിൽ CPIയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കാനിരിക്കെയാണ് ഫോട്ടോയിലെ പച്ചയടിക്കൽ വിവാദം. 24 പാലക്കാട്. ഇന്ത്യക്ക് ഇംഗ്ലീഷ് പരീക്ഷ. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവും. ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ ലീഡ്സിലാണ് ഒന്നാം ടെസ്റ്റ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ തലമുറ മാറ്റത്തിന് ശേഷമുള്ള ആദ്യ പരീക്ഷണ കളരി കൂടിയാണ് ഇംഗ്ലണ്ട് പരമ്പര. രോഹിത് കോഹ്ലി യുഗത്തിന് ശേഷമുള്ള പുതിയ ഇന്ത്യ, ശുഭ്മാൻ ഗില്ലിന്റെ ടീം ഇന്ത്യ. തലമുറ മാറ്റം കണ്ട ഇന്ത്യൻ ക്രിക്കറ്റിന് ഇനി റിയൽ ടെസ്റ്റിന്റെ നാളുകൾ. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതോടെ ഇന്ത്യ ഇംഗ്ലണ്ടിലെത്തിയിരിക്കുന്നത് യുവരക്തങ്ങൾക്ക് മുൻതൂക്കമുള്ള ടീമുമായി. ശുഭ്മാൻ ഗിൽ രോഹിത് ശർമ്മയുടെ പിൻഗാമിയാകുമ്പോൾ ഋഷഭ് പന്താണ് ഉപനായകൻ. നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ഗില്ലിന് അതിനിർണായകമാണ് പരമ്പര. വിദേശ പരമ്പരകളിൽ വെറും 27.53 മാത്രം ബാറ്റിംഗ് ശരാശരിയുള്ള ഗില്ലിന് ബാറ്റുകൊണ്ടും പലതും തെളിയിക്കേണ്ടതുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കഴിഞ്ഞ സർക്കിളിൽ റൺവേട്ടക്കാരിൽ രണ്ടാമനായ യശസ്വി ജയ്സ്വാൾ, 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടീമിൽ മടങ്ങിയെത്തിയ കരുൺ നായർ, KL രാഹുൽ, നിതീഷ് കുമാർ റെഡ്ഡി, അരങ്ങേറ്റത്തിന് കാത്തിരിക്കുന്ന സായ് സുദർശൻ എന്നിവരിലാണ് ഇന്ത്യൻ ബാറ്റിംഗിന്റെ പ്രതീക്ഷകൾ. പേസിനെ തുണയ്ക്കുന്ന ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ ജസ്പ്രീത് ബുംറയ്ക്ക് കൂട്ടായി ആരൊക്കെ എന്നതിലും കൗതുകം. മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർ സ്ഥാനമുറപ്പിക്കുമ്പോൾ 4ാം പേസറായി അർഷദീപ് സിംഗ് എന്ന ലെഫ്റ്റ് ആം പേസറോ അതോ പരിശീലന മത്സരങ്ങളിൽ ബാറ്റിംഗിൽ കൂടി തിളങ്ങിയ ഷാർദുൽ താക്കൂറോ എന്നതിലാണ് ഏറ്റവും ആകാംക്ഷ. ന്യൂസിലാൻഡിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും പരമ്പര കൈവിട്ട ഗൗതം ഗംഭീറിന്റെ ടെസ്റ്റ് പരിശീലക സ്ഥാനവും ഇംഗ്ലണ്ട് സീരീസ് നിർണയിക്കും. അതേസമയം 2 ദിവസം മുമ്പ് തന്നെ ടീമിനെ പ്രഖ്യാപിച്ച് കാത്തിരിക്കുകയാണ് ബെൻ സ്റ്റോക്സിന്റെയും ജോ റൂട്ടിന്റെയും ഇംഗ്ലണ്ട്. ഇന്ത്യൻ മണ്ണിൽ ചോദ്യം ചെയ്യപ്പെട്ട ബാസ്ബോൾ ശൈലിയുടെ കരുത്ത് അറിയിക്കുക കൂടി വേണം ആതിഥേയർക്ക്. സ്പോർട്സ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താ മഴ അവസാനിക്കുന്നു.